നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമാലി ലക്ഷം വീടിന് സമീപം വീട് സ്ഥലവും നഷ്ടപ്പെട്ട 17 കുടുംബങ്ങൾ നടത്തിവന്നിരുന്ന സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാറ്റി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളൽ രൂപപ്പെട്ടു. വിള്ളൽ രൂപപ്പെട്ടത് പ്രദേശത്ത് ആശങ്ക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതായി ജില്ലാ കളക്ടർ. കൂട്ടാർപ്പുഴയെ വീണ്ടെടുക്കാനൊരുമിച്ച പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി ലക്ഷം വീടിന് സമീപം വീട് സ്ഥലവും നഷ്ടപ്പെട്ട 17 കുടുംബങ്ങൾ നടത്തിവന്നിരുന്ന സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാറ്റി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് സമരം ദുരന്തമുഖത്തു നിന്നും മാറ്റിയത്. തങ്ങൾ ആവശ്യപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നും സമരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുമെന്നും സമര അനുകൂലികൾ അറിയിച്ചു. അടിമാലി ലക്ഷം വീടിന് സമീപം മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് ദുരന്തബാധിതർ ആരംഭിച്ച സമരം 10 ദിവസം പിന്നിട്ടു. ഇന്നലെ മുതൽ പ്രദേശത്ത് കനത്ത മഴ പെയ്യുകയും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ജില്ലാ ഭരണകൂടം സമരക്കാരെ ഇവിടെ നിന്ന് മാറ്റുവാൻ നിർദ്ദേശിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സമരക്കാരെ കാണുകയും സർക്കാർ ഉത്തരവ് അറിയിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറുടെ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിച്ച് ഈ 19 കുടുംബങ്ങൾക്ക് കൂടി ധനസഹായം അനുവദിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ആ സാഹചര്യത്തിൽ ഇവിടെ കുടിൽ കെട്ടിയുള്ള സമരം ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർ ഉത്തരവ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ നോട്ടീസ് നൽകുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ സമരക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ കളക്ടറുടെ ഈ ഉത്തരവിനെ അനുസരിക്കാനും അവരിവിടുന്ന് അല്പസമയത്തിനകം മാറിക്കൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തമുഖത്തു നിന്നും സമരം മാറ്റുകയും പകരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം തുടരുമെന്നും കുടുംബങ്ങൾ അറിയിച്ചു. നിലവിലെ സാഹചര്യം കളക്ടർ പറഞ്ഞ പ്രകാരം കളക്ടറുടെ ഓർഡർ വന്നത് മൂലം അതിനെ ഞങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ അതും ഞങ്ങൾ പരിഗണനയിൽ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരം അടിമാലി ഗ്രാമപഞ്ചായത്തിലേക്ക് മാറിക്കൊണ്ട് സമരം ഞങ്ങൾക്ക് നീതി ലഭിക്കും വരെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. നീതി ഉറപ്പാകും വരെ ഞങ്ങളുടെ സമരം ഇനി പഞ്ചായത്തിൽ തുടരുന്നതാണ്. നിലവിൽ ദുരന്തം സംഭവിച്ച സ്ഥലത്ത് വാസയോഗ്യമല്ലെന്ന ടെക്നിക്കൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാധിക്കപ്പെട്ട എല്ലാവർക്കും വീട് സ്ഥലവും അനുവദിക്കുന്നതിലേക്കായി ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട 9 പേർക്ക് ഉടൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായം നൽകുകയും മറ്റു കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ദേവികുളം സബ് കളക്ടറും വ്യക്തമാക്കി. സിറ്റി വിഷൻ അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളൽ രൂപപ്പെട്ടു. വിള്ളൽ രൂപപ്പെട്ടത് പ്രദേശത്ത് ആശങ്ക നിർത്തിയിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനിടെയാണ് പ്രദേശത്ത് വിള്ളൽ വീണത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന മേഖലയ്ക്ക് തൊട്ടുമുകളിലായാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ദേശീയപാത നിർമ്മാണം നടന്നു വരികയാണ്. മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലേക്ക് പതിക്കുവാനും സാധ്യതയുണ്ട്. CSI പള്ളിക്ക് സമീപം വൈദികർ താമസിക്കുന്ന വീടിന് സമീപത്താണ് വിള്ളൽ. வீடு அபகட ஸ்திதியிலுமான தேசியபாதை ரோடு வேலை செய்கிறதுனால அது செய்ய தொடங்கினதுனால நேற்றையிலிருந்து சர்ச்சில் சேர்மன் இந்த குடும்பமாக இங்கே தாமசிக்கிறாங்க. அந்த இடம் முழுவதும் இப்போ பெரிய வெள்ளல் விழுந்து எல்லாமே பாதிக்கப்பட்டிருக்குது. சப் கலெக்டருக்கு வந்து பார்த்துட்டு போயிட்டாங்க. இன்னும் இது உடனே இப்போ எல்லாமே இது இடிஞ்சு விழுகிற கண்டிஷன்லாம் இருக்குது. ஸ்கூலு தற்காலம் ஸ்கூலெல்லாம் ലീവിനാലെ ഇപ്പോൾ അങ്ങോട്ട് ബാധിപ്പ് ഒന്നുമില്ല. പ്രദേശത്ത് ദേവികുളം സബ് കളക്ടർ VM ആര്യയുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സന്ദർശനം നടത്തി. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് സബ് കളക്ടർ നിർദ്ദേശിച്ചു. മൂന്നാർ CSI പള്ളിയുടെ ഭാഗത്തായിട്ട് ഇന്ന് രാവിലെ ചെറിയൊരു ക്രാക്ക് കാണുകയുണ്ടായി. ഇന്ന് നമ്മളുടെ വില്ലേജ് ഓഫീസേഴ്സും തഹസിൽദാരും അതോടൊപ്പം തന്നെ ഞാനും പ്രത്യേകം പോയി ആ സ്ഥലം പരിശോധിച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു ജാഗ്രത പുലർത്തേണ്ടതും
രാത്രി കാലങ്ങളിൽ കഴിയുകയാണെങ്കിൽ തൽക്കാലം ആ ബൈപ്പാസ് റോഡ് യൂസ് ചെയ്ത് മറ്റേ റോഡ് യൂസ് ചെയ്യുന്നതിലേക്ക് നമ്മളൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് റവന്യൂ വകുപ്പ് ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. സിറ്റി വിഷൻ, മൂന്നാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ ഈ റോഡ് വഴിയുള്ള യാത്ര വിനോദസഞ്ചാരികൾ പരമാവധി ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ. കഴിഞ്ഞ ദിവസം മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ വഴിയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കാനും അപകട സാധ്യതാ മേഖലകളിൽ ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. കൂട്ടാർ പുഴയെ വീണ്ടെടുക്കാൻ ഒരുമിച്ച പ്രദേശവാസികൾ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മിന്നൽ പ്രളയമുണ്ടായി നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിൽ വീണ്ടും ദുരന്തം ആവർത്തിക്കാതിരിക്കാനാണ് നാട്ടുകാർ ഒരുമിച്ചത്. നീരൊഴുക്ക് സുഗമമാക്കുന്നതിനായി പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മരങ്ങളും മറ്റും നീക്കം ചെയ്തു. ഒഴുക്ക് തടസ്സപ്പെടാൻ സാധ്യതയുള്ള ചില നിർമ്മിതികൾ പൊളിച്ചു നീക്കി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൂട്ടാർ പുഴയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ പാലം ഒലിച്ചു പോവുകയും വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ട് പൂർണ്ണമായി നശിക്കുകയും ചെയ്തിരുന്നു. സമാന സാഹചര്യം തുടർന്നും ഉണ്ടാകാതിരിക്കുവാനാണ് നാട്ടുകാർ ചേർന്ന് പുഴ ശുചീകരിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം കൂട്ടാറിലെ വ്യാപാരികളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. കൂട്ടാർ പുഴയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായിയും പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പുഴ വൃത്തിയാക്കുന്നത്. മുൻപൊരിക്കൽ ഇവിടെ പ്രളയമുണ്ടായി, ഈ പാലത്തെ മുഴുവൻ വെള്ളം കയറി വാഹനമൊക്കെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനി ഉണ്ടാകാതിരിക്കാൻ ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയിരുന്ന മരക്കഷ്ണങ്ങളും ചപ്പുചവറുകളും നീക്കം ചെയ്തു. പുഴയിലേക്ക് ചാഞ്ഞു വളർന്നു നിന്നിരുന്ന മരച്ചില്ലകളും വെട്ടിമാറ്റി. ഇതോടൊപ്പം ഒഴുക്കിന് തടസ്സമായി നിന്ന നിർമ്മിതികളും പൊളിച്ചു നീക്കി. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബ്രൈറ്റ്മോൻ, പഞ്ചായത്ത് അംഗം സുനിൽ കല്ലക്കാട്ട്, വിവിധ മത സാമുദായിക വ്യാപാരി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായ ജോയി വർഗീസ, അജയൻ കാഞ്ഞിപ്ലാക്കൽ, ജിജി കുറുമാക്കൽ, നിസാം കൊച്ചുമുറിയിൽ, മധു മണ്ണാനി, ബിനോയ് സൂര്യ, ഹനീഫ ഇടശ്ശേരി, സതീശൻ പഴഞ്ഞിയിൽ, അലി റാവുത്തർ, സജി കുമരകമ്മെട്ട്, സാബു കൂട്ടാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. തങ്കമണി ഇരിക്കുട്ടി റോഡിൽ ആയില്ലിക്കുന്നേൽ പടിക്ക് സമീപം റോഡ് സൈഡിലെ വലിയ മൺതിട്ട ഇടിഞ്ഞു വീണ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിനോടൊപ്പം നിന്നിരുന്ന വലിയ ഇല്ലിക്കൂട്ടം വൈദ്യുതി ലൈനിൽ പതിച്ച 2 വൈദ്യുതി പോസ്റ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തങ്കമണി ഇരട്ടിക്കൂടി റോഡിൽ ആയില്യക്കുന്നൽപ്പടിക്ക് സമീപം കാലങ്ങളായി മൺതിട്ടയും ഇല്ലിക്കൂട്ടവും ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഗ്രാമസഭയിലും മറ്റും ജനങ്ങൾ പരാതി ഉന്നയിച്ച് നടപടികൾക്കായി കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ മണ്ണ് കുതിർന്ന് മൺതിട്ടയും ഇല്ലിക്കൂട്ടവും റോഡിലേക്ക് പതിക്കുന്നത്. ഈ സമയം റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇത് 12 കൂടി ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. ആ മഴയത്ത് ഇത് ഇടിഞ്ഞു വന്ന് വീണതാണ്. ഇത് ഇല്ലിത്തൂർ ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിരുന്നു. ഇത് ഈ വേരിന് പിടുത്തമില്ലാത്തതുകൊണ്ട് ഇത്രയും ഈണ്ടിപ്പൊക്കത്ത് നിന്നുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് വന്ന് വീണത്. 2 പോസ്റ്റ് മറിഞ്ഞു വീണു. ആ ഒരു പോസ്റ്റ് ഒടിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇത് സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന സമയത്തായിരുന്നെങ്കിൽ ഇതൊരു വലിയ അപകടമായേനെ. ഇതിൽ ഒരു വാഹനമൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലാത്ത രീതിയിലൊരു അപകടം വരേണ്ടതായിരുന്നു. ഇനി ബാക്കിയുള്ളതും കൂടി അത് വെട്ടിമാറ്റിയില്ല എങ്കിൽ ഇനിയും അത് ഒരു അപകട സാധ്യതയായിട്ടാണ് നിൽക്കുന്നത്. സംഭവമുണ്ടായ ഉടൻ പഞ്ചായത്തിലും KSEBയിലും നാട്ടുകാർ വിവരം അറിയിച്ചു. ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിയിലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ സ്ഥലത്തെത്തി നാട്ടുകാരോടൊപ്പം നിന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാനും വീണ്ടും അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാനുമുള്ള ക്രമീകരണങ്ങൾ നടത്തി. പെട്ടെന്നാണ് നമ്മൾ അറിഞ്ഞ നിമിഷം മുതൽ ഇപ്പോൾ തന്നെ മറ്റ് വാഹനങ്ങൾ വിളിക്കുകയും അതോടൊപ്പം തന്നെ
ഇവിടെ ഇത് മുറിക്കുന്നതിന്, ഈ ഇല്ലത്തൂർ മുറിക്കുന്നതിന് ആവശ്യമായ ആളുകൾ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഇവരെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നാട്ടിലെ ആളുകളുടെ ഒരു സഹകരണ മനോഭാവമാണ് എപ്പോഴും നമുക്ക് നമ്മുടെ നാടിന് ഗുണകരമാകുന്നത്. അതിൽ മാതൃകാപരമായി ഈ പ്രദേശത്തെ ആളുകൾ നിന്നിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ, കാരണം കുറച്ച് ചിലവുകളൊക്കെ വരും, അതൊക്കെ വഹിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കടമ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങളുടെ ഒപ്പം നിന്ന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മഴമേഘങ്ങൾ തഴുകിയിറങ്ങുന്ന മലനിരകളും കോടമഞ്ഞ് വിരിക്കുന്ന കാഴ്ചകളും തണുത്ത കാറ്റും ചാറ്റൽ മഴയും ചേർന്ന ഇടുക്കിയിലെ കുയിലിമല വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറുകയാണ്. മഴക്കാലത്തിന്റെ ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് പൈനാവിന് സമീപമുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നത്. കോവിഡ് കാലത്ത് അടച്ചിട്ടിരുന്ന കുയിലിമല വ്യൂ പോയിന്റ് ജനങ്ങളുടെ നിരന്തര ആവശ്യങ്ങളും സമരങ്ങളും പരിഗണിച്ചാണ് വനം വകുപ്പ് വീണ്ടും തുറന്നു നൽകിയത്. ടിക്കറ്റ് കൗണ്ടറും സന്ദർശകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് ഇപ്പോൾ ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. കുയിലിമലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 360 ഡിഗ്രി കാഴ്ചയിൽ മൂന്നാർ മലനിരകളും ഇടുക്കി ജലാശയവും പച്ചപുതച്ച വനപ്രദേശങ്ങളും മനോഹരമായി ദൃശ്യമാകും. ആദ്യകാല കുടിയേറ്റ ചരിത്രത്തിന് സാക്ഷിയായ വാഴത്തോപ്പും രൂപതാ ദേവാലയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഇവിടെ നിന്ന് വ്യക്തമായി കാണാനാകും. മഴ ശക്തമായതോടെ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലെ വെള്ളച്ചാട്ടങ്ങളും പുൽമേടുകളും വനഭംഗിയും കൂടുതൽ സജീവമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊടൈക്കനാൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരുടെ യാത്രയിലെ പ്രധാന ഇടത്താവളമായി കുയിലിമലയും മാറിക്കഴിഞ്ഞു.
ഇതര ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരാണ് ഈ മനോഹര കാഴ്ച ഏറെ അത്ഭുതത്തോടെ ആസ്വദിക്കുന്നത്. ഞങ്ങൾ പാലായിൽ വരുന്നതാണ്. കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും വൈബൊന്നും അവിടെ ഇല്ല. ഒരു അടിപൊളി സ്ഥലമാണ്, നല്ല വൈബാണ്. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. നല്ല തണുപ്പും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്, നല്ല രസം. പ്രകൃതിയുടെ മനോഹാരിതയെ ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുയിലിമല വ്യൂ പോയിന്റ് ഇന്ന് ഒഴിവാക്കാനാകാത്ത ലക്ഷ്യസ്ഥാനമാണ്. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി മഞ്ഞപ്പാറയിൽ കുടിവെള്ള പൈപ്പ് മുറിച്ച ഏലം കൃഷിയിടത്തിലേക്ക് വൻതോതിൽ വെള്ളം ചോർത്തുന്നതായി പരാതി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്ന് മണ്ണിനടിയിലൂടെ രഹസ്യമായി കണക്ഷൻ എടുത്തിരുന്നു തട്ടിപ്പ്. ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങിയതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ വൻ ജലചൂഷണം കണ്ടെത്തിയത്. തടിയമ്പാട് മഞ്ഞാപ്പാറ കേശവമുനിയിൽ 8 വീട്ടുകാർക്കുള്ള ശുദ്ധജലമാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടത്. മാർ എഫ്രൈം മൈനർ സെമിനാരിയുടെ സ്ഥലം പാട്ടത്തിനടുത്ത് ഏലം കൃഷി ചെയ്യുന്നവരാണ് ഈ ചൂഷണത്തിന് പിന്നിൽ. കൃഷിയിടത്തിലെ 50,000 ലിറ്ററോളം വെള്ളം ശേഖരിക്കാവുന്ന കൂറ്റൻ സംഭരണികളിലേക്കാണ് വെള്ളം ചോർത്തിയത്. ശുദ്ധജല വിതരണത്തിനായി നേരത്തെ ഉപയോഗിച്ചിരുന്ന പഴയ PVC പൈപ്പ് മുറിച്ച മണ്ണിനടിയിലൂടെ രഹസ്യമായി മറ്റൊരു കണക്ഷൻ എടുത്തായിരുന്നു തട്ടിപ്പ്. ദിവസം 2 മണിക്കൂർ മാത്രം ലഭിച്ചിരുന്ന കുടിവെള്ളം ഒരാഴ്ചയായി പൂർണ്ണമായി മുടങ്ങിയതോടെയാണ് നാട്ടുകാർ അന്വേഷിച്ചിറങ്ങിയതും തട്ടിപ്പ് കൈയോടെ പിടികൂടിയതും. ഇതിനു പുറമെ പ്രദേശത്ത് മറ്റൊരു വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നു. 10 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള മറ്റൊരു വൻ പടുതാക്കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കൂറ്റൻ പാറയുടെ മേൽമണ്ണിൽ നിർമ്മിച്ച ഈ കുളത്തിൽ ഇതുവരെ പടുതയിട്ടിട്ടില്ല. നിലവിൽ പെയ്യുന്ന കനത്ത മഴയിൽ വെള്ളം ഇവിടെ കെട്ടിനിന്ന ഭൂമിയിലേക്ക് താഴുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. താഴേക്ക് 9 വീടുണ്ട്. ഈ 9 വീട്ടുകാർക്കും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുള്ള ഈ പൈപ്പ് നിർത്തിയിട്ട് ഒരു വർഷത്തോളാകാറായി. ഇതിനകത്ത് വെള്ളമില്ലാണ്ട് കിടക്കുക. ഇത് അവർ വെട്ടി പൊളിച്ചിട്ടാണ് ഇവരിവിടെ എടുത്തിട്ട് 6 മാസമൊക്കെ ആയിരുന്നു പണിയാണ്ടിട്ട് പോകാറുണ്ട്. ഇപ്പോൾ പണി തുടങ്ങിയപ്പോഴാണ് ഈ മെനകെട്ട പണിയാണ് ചെയ്തത്. ഇത് കുടിവെള്ളം ഇല്ലാത്തവൻ്റെ വായിലേക്ക് അടിച്ചിട്ട് പോയ പണിയാണ് കുടിവെള്ളം. അവർക്ക് ഈ ടാങ്കിനകത്ത് വെള്ളം എടുക്കുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട് വെള്ളം എടുക്കാറുണ്ട്. ഇത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ടാങ്കിൽ വെള്ളമില്ല, വെള്ളം കയറുന്നത്. ഇതെന്നാ സംഭവം എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇരിക്കൂട്ട് പണിയാണ് ചെയ്തത്. അവർക്ക് ടാങ്കി അടച്ച് വെള്ളം കിടപ്പുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പൈനാവ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പരിശോധന നടത്തി. അനധികൃതമായി വെള്ളം ചോർത്തിയ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പ്രദേശവാസികളോട് വ്യക്തമാക്കിയെങ്കിലും ഇപ്പോഴും അനധികൃതമായി സ്ഥാപിച്ച പൈപ്പ് മാറ്റിയിട്ടില്ല. സിറ്റി വിഷൻ ഇടുക്കി. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ ബഷീർ ദിന അനുസ്മരണം നടന്നു. ബഷീർ കഥാപാത്രങ്ങളിലെ പാത്തുമ്മ, ആനവാരി രാമൻ നായർ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങളുടെ വേഷധാരികൾ ആയിട്ടാണ് പല കുട്ടികളും സ്കൂളിലെത്തിയത്. തുടർന്ന് ബഷീർ കഥാപാത്രം അവതരിപ്പിക്കൽ, ബഷീർ ചിത്രം കുട്ടികളെ പരിചയപ്പെടുത്തൽ, ചിത്രരചന തുടങ്ങിയവ സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു PK പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സതീഷ് KV തുടങ്ങി എല്ലാ അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി ലക്ഷം വീടിന് സമീപം വീട് സ്ഥലവും നഷ്ടപ്പെട്ട 17 കുടുംബങ്ങൾ നടത്തിവന്നിരുന്ന സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാറ്റി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പഴയമൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളൽ രൂപപ്പെട്ടു. വിള്ളൽ രൂപപ്പെട്ടത് പ്രദേശത്ത് ആശങ്ക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതായി ജില്ലാ കളക്ടർ.
ചിറ്റാർപ്പുഴയെ വീണ്ടെടുക്കാൻ ഒരുമിച്ച പ്രദേശവാസികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.